ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ നമ്മുടെ ഒന്നിച്ചുള്ള ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 119 സങ്കീർത്തനം 97 വാക്യം. നിന്റെ ന്യായപ്രമാണം എനിക്കെത്രയോ പ്രിയം, ഇടപെടാതെ അതെൻ്റെ ധ്യാനമാകുന്നു. രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുടെ ഒഴിവിലേക്കുള്ള കൽപ്പന പുറപ്പെടുവിച്ചു. കൽപ്പന ഇപ്രകാരമായിരുന്നു: മന്ത്രിപദം ആഗ്രഹിക്കുന്നവർ 1 മാസം കൊട്ടാരത്തിൽ താമസിക്കേണ്ടതും അതിനുശേഷം തിരഞ്ഞെടുപ്പ് നടത്തുന്നതുമായിരിക്കും. ബുദ്ധിജീവികൾ, രാജഭക്തർ, യോദ്ധാക്കൾ, ഗുസ്തിക്കാർ, അങ്ങനെ കൊട്ടാരത്തിൽ വിവിധ നിലകളിലും വിവിധ തലങ്ങളിലുമുള്ള ആൾക്കാർ വന്ന് താമസമായി. രാജാവിൻ്റെ മുൻപിൽ കേമന്മാരായി തീരുന്നതിന് ഓരോരുത്തരും അവരവരുടെ കഴിവുകൾ പ്രദർശിപ്പിച്ചു തുടങ്ങി. ചിലർ പാട്ടുപാടുന്നു, മറ്റു ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നു, വേറെ ചിലർ നല്ല വസ്ത്രം ധരിച്ച് മിനുങ്ങി നടക്കുന്നു, ചിലർ രാജഭക്തി കാണിക്കുന്നു, അതിരാവിലെ എഴുന്നേറ്റ് വ്യായാമം ചെയ്യുന്നു. തങ്ങൾ വെറും ഭക്ഷണപ്രിയരല്ല എന്നറിയിക്കുവാൻ പലരും വളരെ കുറച്ചേ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം അടുത്തൊരു മൈതാനത്ത് വെച്ച് ഒരു പന്തുകളി നടക്കുന്നുണ്ട് എന്ന് ഉദ്യോഗാർത്ഥികളെ അറിയിച്ചു. ഇതും വല്ല പരീക്ഷയായിരിക്കും എന്ന് കരുതി അവർ കളിസ്ഥലത്തേക്ക് പോയി. സമയം സന്ധ്യയായി. എല്ലാവരും തിരികെ കൊട്ടാരത്തിലേക്ക് പോകുവാൻ തുടങ്ങി. വഴിമധ്യേ വെള്ളം വറ്റിയ ഒരു തോട് കടക്കേണ്ടിയിരുന്നു. ഈ സമയത്ത് ഒരു പാവം കൃഷിക്കാരൻ തൻ്റെ കാളവണ്ടിയുമായി ചെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. സഹായത്തിന് വേണ്ടി അയാൾ കടന്നു പോകുന്ന ഓരോരുത്തരെയും നോക്കി. ആരും അയാളെ ശ്രദ്ധിച്ചില്ല. എന്നാൽ ഒരു യുവാവ് ആ വയസ്സൻ കൃഷിക്കാരനെ സമീപിച്ചു. സാംകുട്ടി എന്നായിരുന്നു ആ യുവാവിൻ്റെ പേര്. നിങ്ങളുടെ വണ്ടി ഞാൻ കരയിൽ കയറ്റിത്തരാം, നിങ്ങൾ വണ്ടി തെളിക്കൂ എന്ന് പറഞ്ഞു. അങ്ങേക്ക് ഇത് കഴിയുമോ? യുവാവിനോട് കൃഷിക്കാരൻ ചോദിച്ചു. നിങ്ങൾ സംശയിക്കേണ്ട, നമുക്കൊത്തു ശ്രമിക്കാം, യുവാവ് പറഞ്ഞു. കൃഷിക്കാരൻ വലിയ ശബ്ദമുണ്ടാക്കി ചാട്ട ചുഴറ്റി കാളയെ വിരട്ടി യുവാവ് ചെളിയിൽ പുതഞ്ഞിരുന്ന ചക്രങ്ങൾ ഇളക്കിവിട്ടു. അല്പസമയത്തെ പരിശ്രമത്തിന് ശേഷം വണ്ടി കരയിൽ കയറ്റി. കൃഷിക്കാരന് സന്തോഷമായി. അങ്ങ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ന് രാത്രി മുഴുവനും ഞാൻ ഈ ചെളിയിൽ കഴിയേണ്ടി വരുമായിരുന്നു. അങ്ങേ ദൈവം അനുഗ്രഹിക്കട്ടെ. ആഴമുള്ള ജലാശയത്തിൽ മുങ്ങുന്നവർക്ക് മാത്രമേ വിലയേറിയ മുത്തുകൾ കിട്ടൂ. അവർ അന്യോന്യം യാത്ര പറഞ്ഞു. ആ കൃഷിക്കാരൻ രാജാവായിരുന്നു. 1 മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടന്നു. രാജാവ് ഉത്തരവ് പുറപ്പെടുവിച്ചു. പാവപ്പെട്ടവരുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സലിയുന്നവനും ഉദാരമതിയും ദയാലുവും പരോപകാരിയും വിശ്വസ്തനുമായ സാംകുട്ടിയെ മന്ത്രി മുഖ്യനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, നന്നായി അധ്വാനിക്കുന്നവർക്കാണ് വിലയേറിയ മുത്തുകൾ ലഭിക്കുന്നത്. ആഴമുള്ള ജലാശയത്തിൽ മുങ്ങുവാനായിട്ടുള്ള വലിയൊരു ആഹ്വാനമാണ് ഇന്നത്തെ പ്രഭാതത്തിൽ കുറിവാക്യത്തിലൂടെ നമുക്ക് ലഭിച്ചത്. ആ ജലാശയമാണ് ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നാം ആഴത്തിൽ ഇറങ്ങിയാൽ മാത്രമേ വിലയുള്ള മുത്തുകൾ നമുക്കും സ്വന്തമാക്കുവാനായി സാധിക്കൂ. വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കുവാനായി നമുക്കും സാധ്യമാകും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കും. പ്രിയ കർത്താവേ, പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. വചനത്തിൻ്റെ മുത്തുകൾ കർത്താവെ ഞങ്ങൾക്ക് സ്വന്തമാക്കുവാൻ തക്കവണ്ണം ദൈവമേ, വചനത്തെ സ്നേഹിക്കുവാനും വചനത്തെ മനസ്സിലാക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. അന്നത്തെ വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.